അവന്റെ ആക്റ്റീവ് ആണെന്നൊക്കെ പറയുന്നത് നിലയെങ്ങനെയൊക്കെ മറന്നുള്ള പെരുമാറ്റമാണ് ഞാൻ കയറി എനിക്ക് വലിയൊന്ന് കൊല്ലത്തിലാണ് കൊമ്പത്തേനൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയാണ് ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു ക്വാളിഫിക്കേഷൻ നമുക്കൊരു സമൂഹത്തിലൊരു വിലയും നമ്മുടെ അച്ഛനമ്മയായാലും നമുക്ക് എന്ത് സാമ്പത്തികമുണ്ട് എന്നൊക്കെ വിദ്യാർത്ഥികൾ നമുക്ക് ആരെ വേണം ആര് നമുക്ക് കേൾക്കുന്നൊക്കെ അങ്ങനെയൊക്കെ സാധാരണ ഞാനൊക്കെ എന്റെ അച്ഛൻ ഇന്ന ആളാണ് എന്റെ അച്ഛൻ ഇന്ന ഞാൻ ഇന്ന രീതിയിൽ വളർന്നതാണ് ഇന്ന രീതി പഠിച്ചതാണ് എന്റെ അങ്ങനെയുള്ള ആളുകളെ ഞാൻ നോക്കുന്നത് അതൊക്കെ ഈ പണ്ട് SNDP ഒന്നും മണിയടിക്കുന്നവരെയൊക്കെ എനിക്കെന്തിനാണ് ഇവനാളെ എന്റെ ആഴ്ചയോട് പറഞ്ഞിരിക്കുന്നത് ആരെ ഈ സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ് ഈ ഗൂണ്ടയ്ക്ക് ഈ ഗൂണ്ട കയറി ഇങ്ങനെ മകത്തി കയറി കഴിഞ്ഞാടിയാൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങളായിട്ട് ഇവരെങ്കിലും അവിടെ ഇരുന്നോണ്ടെങ്കിൽ വളരാൻ നോക്കിയായിരുന്നു അതൊന്നും തോന്നാം SNDP വരുന്ന പെണ്ണുങ്ങളെ വളരാനാണ് അതൊന്നല്ല നമ്മൾ അമ്മയോട് സംസാരിക്കും ഞാനൊരു വക്കീല എനിക്ക് സംസാരിക്കാൻ എനിക്കല്ല ഇവന്മാർ പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ കുട്ടികളാണോ നമ്മളെ അറിയാമല്ലോ ഇവന്മാർ കഥയുണ്ടാക്കുന്ന പറയാതെ ഇവന്മാരെ കിടന്ന് കഥയുണ്ടാക്കി ഇവനെങ്ങാൻ പെണ്ണുങ്ങളെ വളരാൻ അമ്മയെന്ന് പറയുന്നത് കണ്ട പെണ്ണുങ്ങളൊക്കെ വളരെ വളങ്ങിയെടുക്കാനൊക്കെ കാണാൻ തന്നെ കാരണം നമുക്ക് ഭീഷണിയാണ് അല്ല എനിക്ക് ശരിയാണ് അങ്ങനെ എനിക്ക് റെഫറൻസായിട്ട് വേണം ഇവർ നമ്മളെ ഇന്നും ഇങ്ങനെയല്ല ഹരാസ് ചെയ്യാൻ തുടങ്ങി കുറെ നാടുകൾക്ക് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെന്തിനാണ് എന്റെ പുറകെ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഇവരുടെ കാര്യം നോക്കി ജീവിക്കാനുള്ള എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇതെനിക്കല്ല അവരുടെ കാര്യത്തിൽ കണ്ടവരെ ഇടപെടേണ്ട കാര്യങ്ങൾ അമ്മേടെ ഇതിനെ കുറിച്ച് എനിക്കില്ലാതൊന്നും കാണില്ലോ അങ്ങനെ അവരവരുടെ കാര്യം നോക്കി എനിക്കില്ലാതെ ഒന്നും ഇടാനില്ല ഇവരുടെ കാര്യം നോക്കാൻ വരാം എന്റെ പുറകിൽ നടക്കുക എന്റെ പല രീതിയിൽ ലേക്ക് കഴിക്കുക എന്റെ ഗുളിക എടുക്കുക എന്റെ കാലിന്റെ കിഴക്കയിലാക്കാൻ നോക്കുക പല പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ നടത്തുക എന്നെ കൊല്ലാൻ പറ്റും അങ്ങനെ പല രീതിയിൽ പുതിയ ടെക്നോളജി ആയിട്ട് ഈ ടെക്നോളജിയൊക്കെ പല സിനിമയിലും എന്നൊക്കെ പറയുന്ന സിനിമയിലൊക്കെ വന്നിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നതും വ്യക്തമായിട്ട് ഒരു കാറിനകത്ത് റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് വിഭാഗം ചിന്തയ്ക്കാൻ മുൻപോട്ട് ഇതൊക്കെ പ്രൂവ് ചെയ്ത ആളുകൾ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തിനാ നോക്കാം അതിന്റെ കാര്യം നോക്കാൻ എന്റെ പറയുന്ന നടക്കേണ്ട കാര്യങ്ങൾ ശരിയായിട്ട് പ്രധാനമന്ത്രി എന്റെ പറയുന്ന നടക്കേണ്ട കാര്യങ്ങൾ എന്റെ അച്ഛൻ മരിച്ചു അപ്പൊ എന്റെ അച്ഛൻ മുമ്പോട്ട് കാണാൻ കേരളത്തിൽ എന്റെ പറയുന്നത് നോക്കാൻ നടക്കേണ്ട കാര്യമുണ്ട് ഞാൻ നിയമപരമായിട്ട് DQP വരുന്നതിൽ എന്തോ ഇനി ഏതാണ് എന്റെ പുറകിൽ നടക്കേണ്ട കാര്യം എനിക്ക് ഇഷ്ടമുള്ള രാജ്യക്കാരെ ഞാൻ തെരഞ്ഞെടുത്തു അവനെ ഞാൻ കല്യാണം കഴിച്ചു അവന്റെ കൂടെ ഞാൻ 5 വർഷത്തിൽ മുതൽ ഡൽഹിയിലും അവിടെ താമസിച്ചതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇവർക്ക് ഇനി ഇതുമായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ പാടുള്ളത് എന്താ പറയാൻ പാടുള്ളൂ രാത്രി ഞാൻ ഇരുന്നതിന്റെ കഥകൾ എന്റെ ഇതുണ്ട് ആരുടെയും കൂടെ പോയിട്ടില്ല ഒന്നും വെച്ചാൽ എന്താ മുതലുള്ള എന്റെ എന്റെ പുറകിലാണെന്ന് അനാവശ്യം പറയുന്നത് എന്നെ എന്താ അനാവശ്യം പാവക്കാക്കി എന്തോ നിന്റെ പറയുന്നത് കാര്യം നിലവിയ അതിന്റെ ഫോട്ടോ എടുത്തി മറ്റേതെന്നുള്ള അനാവശ്യം അങ്ങേ അറ്റത്തെ അനാവശ്യം പറയുന്ന ഇവന്മാരെ ചുമ്മാ ഇരിക്കണം എന്തോ നമ്മൾ പഞ്ചായത്ത് വളർന്നിരിക്കണം നിങ്ങൾ വീട്ടിലെ പെണ്ണുങ്ങളോട് പറയാൻ പോകും ഹലോ
ഇതാക്കുക പല പല രീതിയിൽ ഞാൻ വല്ലവരുടെയും വീട്ടിൽ കയറി അടിച്ചു പൊളിക്കാനോ അവരെ പിടിച്ചുകൊണ്ട് പോകാനോ അവരുടെ വീട്ടിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഒരാള് എന്തൊക്കെ ചെയ്യാവുന്നതാണ് ഈ 10 പേര് സിനിമയിൽ 10 പേരെ കൂടിയാൽ ഈ സിനിമകളുടെ ഇത് നമ്മൾ സഹിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ വീടിന്റെ അടുത്ത് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ചെയ്യുന്നത് ഈ പ്രധാനമന്ത്രിക്കും ഈ SNDP-ക്കകത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ചെയ്യുന്നത് അല്ലാതെ ആ ചോദ്യം അത് ഞാൻ പറയുകയാണ് കോടതിയിൽ ഇതിനെക്കാട്ടി വലിയ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കോടതി കോടതി നമ്മൾ കൊടുക്കുമ്പോൾ അത് അവര് സിനിമയും ഒക്കെ എടുത്ത് നമ്മുടെ വീടിന്റെ ചുറ്റിനും ആരാണ് എപ്പോഴും വന്നിരിക്കുന്നത് ആകെ പോകാന്ന് വെക്കാന്ന് അവർക്ക് അതിനുള്ള ഇതുണ്ട്. ഇനി അറിയുന്നുണ്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുക അതാണ് ഞാൻ കേട്ടപ്പോ ഇനി നമ്മൾ പോയി പഠിച്ച് കംപ്ലൈന്റ് കൊടുത്ത് നമുക്ക് മനസ്സിലാക്കിയും അതല്ല അവരുടെ ഞാൻ കാര്യം കേൾക്കണം. നമ്മളിപ്പോ ഒരാളോട് നല്ല ഞാൻ ഇത് കുറെ നാട്ടിൽ കാണാം. ഞാനിപ്പോ ഒരാളോട് നല്ല രീതിയിൽ വർത്താനം പറയുന്നത് കേട്ടോ ഉടനെ അവരെ വിളിക്കുക. അങ്ങനെയല്ല ഈ നേച്ചർ എന്ന് പറയുന്നത്.